പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം തന്ന ഒരാലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിനങ്ങളിൽ ശക്തമായി ഇടപെട്ട ഒരു ദൈവിക ദൂതാണ്. പ്രത്യേകാല ഈ കാലഘട്ടം തലമുറകളെല്ലാം മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. മുമ്പത്തെ പോലെ പ്രായമായവർ എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങൾ പോലും ലഹരികൾക്ക് അടിമപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വാക്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. ആ വാക്യം ഇതാണ്: അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവൻ ആകും, വീഞ്ഞും മദ്യവും കുടിക്കയില്ല. ജനിക്കാൻ പോകുന്ന ഒരു തലമുറയെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയാണിത്. എന്നെ കേൾക്കുന്ന ഉദരത്തിൽ തലമുറകളെ വഹിക്കുന്ന, ഇനി തലമുറകളെ വഹിക്കാനിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ഒരു പ്രവചന ദൂതായി ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്ന ഒരു വിലപ്പെട്ട ദൈവിക ദൂതാണ്. ഈ ദൂത് നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ആമേൻ. ആ ദൂത് ഇതാണ്: അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. നിനക്ക് ജനിക്കാനിരിക്കുന്ന തലമുറ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആ തലമുറ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കത്തില്ല. ഈ ലോകത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെടാത്ത, ലഹരികൾക്ക് അടിമപ്പെടാത്ത, ആമീൻ, തലമുറകളെ ജനിപ്പിപ്പാൻ പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. നിന്റെ ഉദരത്തിൽ കിടക്കുന്ന തലമുറ ഒരു വ്യത്യസ്ത തലമുറയായി, പ്രത്യേകാൽ ഒരു പ്രവാചക അഭിഷേകമുള്ള തലമുറയായി, ചിലതിനെ ദൈവം ചില ഉദരത്തിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്, ഇനി ചില ഉദരങ്ങളിൽ അതിനെ ദൈവം ജനിപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന കൈമാറുന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു.